ഇപ്പോൾ കേരളമാകെ ചർച്ച ചെയ്യുന്നത് ഹരിദാസൻ എന്ന അധ്യാപകൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിയ ഗുരുതരമായ കോഴ ആരോപണമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യു 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിന്റെ മുറ്റത്ത് നിന്ന് വാങ്ങി എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വാദം. സംഭവം നടന്നതിനെക്കുറിച്ചുള്ള ഹരിദാസൻ കുമോളി എന്ന മലപ്പുറത്തുകാരനായ അധ്യാപകന്റെ വിശദീകരണം ഇങ്ങനെ പോകുന്നു. ഹരിദാസന്റെ മരുമകളായ ഡോക്ടർ നീതി നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള ഹോമിയോ ഡോക്ടർ തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതിയിരുന്നു. ഫെബ്രുവരി മാസത്തിലാണ് അപേക്ഷ വന്നതും പരീക്ഷ എഴുതിയതുമൊക്കെ. ഇതേ തുടർന്ന് മാർച്ച് മാസം 10-ന് അഖിൽ സജീവ് എന്നൊരാൾ മലപ്പുറത്ത് തന്നെ കാണാനെത്തി. പത്തനംതിട്ട ജില്ലയിലെ CPM പ്രവർത്തകനും CITU ഓഫീസ് സെക്രട്ടറി എന്നും അയാൾ സ്വയം പരിചയപ്പെടുത്തി. മരുമകൾ ഹോമിയോ ഡോക്ടർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്നാണ് അഖിൽ സജീവ് തിരക്കിയത് എന്നാണ് ഹരിദാസൻ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ചില കാര്യങ്ങൾ അഖിൽ സജീവൻ ഹരിദാസനോട് വിശദീകരിച്ചു. പരീക്ഷ എഴുതിയതുകൊണ്ടോ അഭിമുഖത്തിൽ പങ്കെടുത്തതുകൊണ്ടോ ജോലി ലഭിക്കില്ല. അതിനാദ്യം 5 ലക്ഷം രൂപ നൽകണം. അങ്ങനെയെങ്കിൽ ആദ്യം താൽക്കാലിക നിയമനം നൽകാമെന്നും പിന്നീട് നിയമനം സ്ഥിരപ്പെടുമ്പോൾ ബാക്കിയുള്ള 10 ലക്ഷം രൂപ കൂടി നൽകണമെന്നും അഖിൽ സജീവ് ആവശ്യപ്പെട്ടുവെന്നാണ് ഹരിദാസൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഗഡു എന്ന നിലയിൽ 25,000 രൂപ അഖിൽ സജീവിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തുവെന്നും ഹരിദാസൻ തെളിവുകളോടെ സമർത്ഥിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്റെ ബന്ധു കൂടിയായ അഖിൽ മാത്യു എന്ന ഒരാളാണെന്നും അവിടെ എത്തി അഖിൽ മാത്യുവിനെ കാണേണ്ട രീതിയിൽ കാണണമെന്നും അഖിൽ സജീവ് അറിയിച്ചു. ഇതനുസരിച്ച് ഹരിദാസൻ ഏപ്രിൽ മാസം 9-ന്, അതായത് ഈസ്റ്റർ ദിനം, മന്ത്രി വീണ ജോർജിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തുന്നു. പക്ഷേ അഖിൽ മാത്യുവിനെ അന്ന് കാണാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം, അതായത് ഏപ്രിൽ മാസം 10-ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അവിടെ എത്തിയപ്പോൾ ഏകദേശം 2:20 അഖിൽ മാത്യുവിനെ കണ്ട് 1 ലക്ഷം രൂപ നൽകിയെന്നുമാണ് ഹരിദാസൻ കുമാളി പരാതിയിൽ പറയുന്നത്. അവിടെ അടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് പണം കൈമാറിയതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. 2 ദിവസത്തിനു ശേഷം കേരള ആയുഷ് മിഷന്റെ പേരിൽ മരുമകൾക്ക് ഒരു ഇമെയിൽ സന്ദേശം വരികയുണ്ടായി. ഏപ്രിൽ 25-ന് ശേഷം നിയമന ഉത്തരവ് ലഭിക്കുമെന്നാണ് ഇമെയിൽ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇതേ തുടർന്ന് അഖിൽ സജീവ് 50,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ ഇതുവരെ നിയമനം നടക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ വലിയൊരു ചതി പിണഞ്ഞതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അഖിൽ സജീവുമായി ബന്ധപ്പെട്ടപ്പോൾ അയാൾ നൽകിയ കാലാവധികളെല്ലാം കഴിഞ്ഞപ്പോഴാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ ഹരിദാസൻ കുമാളി തീരുമാനിച്ചതെന്നും പറയുന്നു. അതേസമയം വിവാദം ഉയർന്നു വന്നപ്പോൾ ഹരിദാസൻ ഉയർത്തിയ പരാതിയിലെ സമയത്തിൽ പോലും പലയിടത്തും അവ്യക്തതയാണ് വെളിവാകുന്നത്. ഹരിദാസൻ അഖിൽ മാത്യുവിന് പണം കൈമാറി എന്ന് പറയുന്ന ദിവസം, അതായത് ഏപ്രിൽ മാസം 10-ന്, അഖിൽ മാത്യു പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബന്ധുവായ അലൻ എന്നയാളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അന്നേ ദിവസം തന്നെ വൈകുന്നേരം നടന്ന വിവാഹത്തിന്റെ റിസപ്ഷൻ ചടങ്ങുകളിലും അഖിൽ മാത്യു പങ്കെടുക്കുകയുണ്ടായതായി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമയത്തിന്റെ കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്ന ഹരിദാസൻ അത് മാറ്റി പറഞ്ഞുകൊണ്ട് സമയം കൃത്യമായി ഓർക്കുന്നില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോടും അന്വേഷണ സംഘത്തോടും അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ടെന്നുൾപ്പെടെയുള്ള വിവരങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. തനിക്കെതിരായി ഉയർന്ന പരാതിയുടെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അഖിൽ മാത്യു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഹരിദാസൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പോലീസ് കാട്ടിയ അഖിൽ മാത്യുവിന്റെ ഫോട്ടോ തിരിച്ചറിയാനും ഹരിദാസന് കഴിഞ്ഞില്ല. പണം നൽകി എന്ന് ഹരിദാസൻ പറയുന്ന ദിവസം അഖിൽ മാത്യു തിരുവനന്തപുരത്തേ ഇല്ലായിരുന്നു എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി അഖിൽ മാത്യുവിന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നും വ്യക്തമാണ്. എന്നാൽ പോലീസ് അന്വേഷണം തുടരുമ്പോൾ എല്ലാ ചോദ്യങ്ങളും എത്തുന്നത് അഖിൽ സജീവ് എന്ന വ്യക്തിയിലേക്കാണ്. അഖിൽ സജീവും ലെനിനും ചേർന്നാണ്, അതായത് ലെനിൻ രാജും ചേർന്നാണ് ഹരിദാസിനെ കബളിപ്പിച്ചതെന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ നിർണായകം ആകുമെന്നുള്ള വിലയിരുത്തൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം CCTV ദൃശ്യങ്ങളിൽ പരാതിക്കാരനായ ഹരിദാസനും ബാസിദും ഓഫീസിലെത്തുന്നതായുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അഖിൽ മാത്യുവിനെ കാണുന്നതോ പണം കൈമാറുന്നതോ ഒന്നും തന്നെ ദൃശ്യങ്ങളിൽ കാണുന്നുമില്ല. അഖിൽ മാത്യുവിനെ കൊടുക്കുന്നതിനായി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്ന് ഇടതുപക്ഷ മുന്നണി വിലയിരുത്തുന്നു. അഖിൽ മാത്യുവിന് പണം നൽകിയ ശേഷം 10-ന് തന്നെ വൈകുന്നേരം 7:30-ക്കുള്ള ട്രെയിനിൽ മടങ്ങിയെന്നായിരുന്നു ഹരിദാസൻ മൊഴി നൽകിയിരുന്നതും പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ടവർ ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഹരിദാസൻ 11-ാം തീയതിയും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതും
സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഒരു മന്ത്രിയുടെ ഓഫീസിനെതിരെ കോഴയുമായി ബന്ധപ്പെട്ടുയർന്ന പരാതിയുടെ നിജസ്ഥിതി പുറത്തു വരേണ്ടത് തന്നെയാണ്. ഹരിദാസൻ അവകാശപ്പെടുന്ന തരത്തിൽ ഒരിടപാട് നടന്നിട്ടില്ല എങ്കിൽ അത് വളരെ രൂക്ഷമായ പ്രശ്നം തന്നെയാണ്. ഏതൊരാൾക്കും ആരുടെയും പേരിൽ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ചട്ടുകങ്ങളായവരെയും തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്.